ഈ ഇസ്രയേൽ പാലസ്തീൻ വിഷയം നടക്കുമ്പം എന്ത് കാർച്ചേണ്ടോളോ ആൾക്കാരുടെ പാലസ്തീനിലെ കൂട്ടക്കൊരു നടക്കുന്നു, അങ്ങനെ ഇങ്ങനെയാ. കുറേ സിനിമാക്കാർ അതിനെതിരെ പ്രതിഷേധിക്കുന്നു, നാട്ടുകാർ പ്രതിഷേധിക്കുന്നു, എന്തെല്ലാം വിഷം കെട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇപ്പം ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെ ആർക്കും ഒരു വിഷയമില്ല. ഇവിടെ ആരും ഇവിടെ വലിയ മീറ്റിങ്ങുകൾ കൂടുന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അടുത്ത പ്രതിഷേധം നടത്തുന്നോ. ഇപ്പോൾ കേരളത്തിൽ എന്തെല്ലാം വേഷം കെട്ടാണ് നടന്നുകൊണ്ടിരുന്നത് പണ്ട് ഈ പാലസ്തീൻ വിഷയത്തിനകത്ത്. നേരെ മറിച്ച് ഇറാനിൽ നടക്കുന്ന വിഷയത്തിനോ അല്ലെങ്കിൽ നടന്ന ക്രിസ്ത്യൻസിനെതിരെ നടന്ന ആ കൂട്ടക്കൊലയിലോ ഒന്നും ആരുടെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. അതപ്പം പാലസ്തീനിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് രക്തച്ചൊരിച്ചിലോ വാങ്ങാ തേങ്ങയല്ല. നേരെ മറിച്ച് ഇറാനിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ഒരു കൂട്ടക്കൊല നടത്തുമ്പം അത് തക്കാളി ചട്നി, നല്ല ഒരു ഇരട്ടത്താപ്പാണിത്. അപ്പോൾ ഇത് ചീഞ്ഞ പൊളിറ്റിക്സ് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആർക്കും ആരോട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ അല്ലാതെ അതൊന്നും അല്ല കാര്യം. ഒരു ചീഞ്ഞ പൊളിറ്റിക്സാണ് ഇതിൻ്റെ പുറകെ കിടന്ന് കളിക്കുന്നത്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മുസ്ലിംസിനെതിരാണെന്ന് രീതി പറഞ്ഞു പരത്തുന്ന ഒരു പൊളിറ്റിക്സ് ഇല്ല. അതാ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേലും ഈ പാലസ്തീനും തമ്മിലുള്ള വിഷയം ഈ അടുത്ത കാലത്ത് തുടങ്ങിയൊന്നും അല്ലല്ലോ. പണ്ടുകാലം മുതൽ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ വിഷയം. അതിനകത്ത് നമ്മൾ ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് അങ്ങോട്ട് കൂടെ പ്രതിഷേധം നടത്തി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതൊരു ജാതി പൊളിറ്റിക്സ് ആയിട്ട് അങ്ങ് മാറ്റി അതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലുള്ള വിഷയങ്ങൾ പല രാജ്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പം അപ്പോൾ അതിനെതിരെയൊന്നും ആരും ഈ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്.